ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കും. അതൊരു കരാർ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അവർക്കിടയിൽ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നിലനിന്നിരുന്ന ചെറിയ കാലത്തേക്കെങ്കിലുമുള്ള വലിയ ഭിന്നതയും ഉരസലും അസ്വാരസ്യങ്ങളും ഒക്കെ തീരുന്നു എന്ന സൂചനകൾ കൂടിയാണ്. മാത്രമല്ല വലിയൊരു തരത്തിലുള്ള ഒരു സാമ്പത്തിക ടെൻഷൻ കൂടി ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ വലിയ തീരുവ, വലിയ നഷ്ടത്തിലായിരുന്നു ഈ കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ, ബിസിനസ്സുകാരൊക്കെ. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇരു രാജ്യങ്ങളും കരാർ ധാരണയുമായി ബന്ധപ്പെട്ട ഒരു സംയുക്ത പ്രസ്താവന കൂടി പുറത്തുവിട്ടിരിക്കുന്നു. കരാർ യാഥാർത്ഥ്യമായതോടെ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കുകയും ഇന്ത്യക്ക് മേലുള്ള അമേരിക്കയുടെ ഇറക്കുമതി തീരുവ 18% കുറയുകയും ചെയ്തു. വിവരങ്ങൾക്കായി പോകാം ഡൽഹിയിലേക്ക്. ധനസ് സുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ ചൊല്ലി വലിയ പ്രതിഷേധമൊക്കെ നമുക്ക് പാർലമെന്റിലൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. കാരണം ഡൊണാൾഡ് ട്രംപാണ് ഇങ്ങനെയൊരു കരാർ യാഥാർത്ഥ്യമായി എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞത് എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ തുടക്ക കാരണം. എന്തായാലും ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകൾക്ക് വകയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ അധിക തീരുവ കൊടുത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ എത്തിക്കുമ്പോൾ അത് അവിടെ വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. പക്ഷേ ഇപ്പോഴും ചോദ്യം കിട്ടാത്ത കുറെ ഉത്തരങ്ങൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് റഷ്യയുമായുള്ള ബന്ധം, എണ്ണ ഇടപാടുകൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമൊക്കെ. എന്തായാലും നിലവിലെ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് സുമോദ്? ജിൽസി സൈഫുദ്ദീൻ, ഇവിടെ ഈ തീരുവ ഭീകരത ഒഴിവാക്കുന്നു എന്നുള്ളത് വലിയ തരത്തിലുള്ള ആശ്വാസം തന്നെയാണ്. കാര്യം തുണിത്തരങ്ങൾ തുടങ്ങിയ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ വ്യാപാര മേഖല സ്തംഭിച്ച അവസ്ഥയാണ്. ആദ്യ 50% അധിക നികുതി ഏർപ്പെടുത്തി. ഇതുകൂടാതെ വീണ്ടും ഒരു 50% നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പല ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത് അവിടെ എത്തിക്കഴിയുമ്പോൾ വലിയ തരത്തിലുള്ള നികുതിയാണ് ഉണ്ടാകുന്നത്. ഈ നികുതി വരുമ്പോൾ പൂർണ്ണമായും ഈ വസ്തുക്കളിൽ തന്നെയാണ് തുണിത്തരങ്ങൾ ഉൾപ്പെടെ ചെരുപ്പുകൾ തുടങ്ങിയ ലെതർ ഉൽപ്പന്നങ്ങൾ, ഇവയാണ് പ്രധാനപ്പെട്ട ഇന്ത്യയുടെ കയറ്റുമതി അമേരിക്കയിലേക്കുള്ള. അമേരിക്കയിലാണെങ്കിൽ ഇന്ത്യൻ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡുമാണുള്ളത്. പക്ഷേ ഈ 100% വരെ നികുതി ഏർപ്പെടുത്തി കഴിയുമ്പോൾ വലിയ ഭീമമായ തുക നൽകി ഈ വസ്തുക്കൾ വാങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. സ്വാഭാവികമായും ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും തുണിത്തരങ്ങളും ഡ്രസ് മെറ്റീരിയലും പാദരക്ഷകളും ഒക്കെ കിട്ടുമ്പോൾ അമേരിക്കക്കാർ ആ വിപണിയിലേക്ക് മാറുക സ്വാഭാവികമാണ്. അങ്ങനെ ഈ തിരുപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മേഖലകൾ, ഈ വസ്ത്രമേഖലകൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ഈ കേരള ബജറ്റിലും എടുത്തു പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതി വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് നേരിട്ടതെന്നുള്ളത്. ആ തരത്തിലുള്ള ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ തന്നെ മറ്റൊരു തരത്തിലുള്ള ഒരു ആശങ്കകൾ കൂടി ഈ കരാർ വരുന്നു എന്നുള്ളതിലുണ്ട്. കാര്യം ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഒരു കാരണവശാലും കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ നികുതി വലിയ തരത്തിലുള്ള വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. കാർഷിക സംഘടനകൾ നിരന്തരം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സമരങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. കാർഷിക സംഘടനകൾക്ക് വേണ്ടിയും ഇത്തരത്തിലുള്ള ഈ ചെറുകിട കൂട്ടായ്മകൾക്ക് വേണ്ടിയും ഈ പാർലമെന്റിൽ പ്രതിപക്ഷം നിരന്തരം ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ഇത് പുറത്തു പറയണം എന്നുള്ളൊരു കാര്യം. പക്ഷേ ഈ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട മറുപടി പറഞ്ഞപ്പോൾ പാർലമെന്റ് കലങ്ങി മറിഞ്ഞ് പിരിയുകയല്ലാതെ എന്തൊക്കെയാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നത്, ഇന്ത്യൻ വിപണിക്ക് ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, ഏതൊക്കെ തരത്തിലുള്ള പ്രതീക്ഷകളാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം വിശദമായി ചർച്ച ചെയ്യാൻ ഇവരാരും തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. മാത്രമല്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് നിരന്തരം ആവശ്യപ്പെടുകയാണ് ഈ തരത്തിൽ ഈ കരാർ വരുമ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് നേരിട്ട് പ്രഖ്യാപിക്കുന്നത്. ജിൽസി പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല പല കാര്യങ്ങളും ഇന്ത്യയുടെ നയപരമായ പല കാര്യങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്തൊക്കെയാണ് കരാറിൻ്റെ ഘടകങ്ങൾ എന്നുള്ളൊരു കാര്യം പറയണം എന്നുള്ളൊരു കാര്യം അറിയിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള നികുതി ഇളവുണ്ട്, പഴവർഗ്ഗങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യൻ്റെ ഒരു കാർഷിക രംഗത്തെ ഇത് എത്രത്തോളം ഒരു പ്രതികൂലമായി ബാധിക്കും എന്നുള്ള ഒരു ആശങ്ക പൂർണ്ണമായി ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ ചട്ടക്കൂട് പൂർത്തിയായി എന്നുള്ള വിവരം ഇരു രാജ്യങ്ങളും പങ്കുവച്ചിരിക്കുന്നത്. ചട്ടക്കൂട് പൂർത്തിയായതുകൊണ്ട് മാത്രം ഈ കരാർ പൂർണ്ണമായ തോതിൽ യാഥാർത്ഥ്യമാവില്ല. ഇത് കരാർ ഒപ്പിടേണ്ട രീതിയുണ്ട്. അതൊരു 3 മാസത്തിനുള്ളിൽ തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. പക്ഷേ എങ്കിലും ചട്ടക്കൂട് പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് ഈ കരാർ യാഥാർത്ഥ്യമായി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം.